എൻ്റെ അടുത്ത് ഒരിക്കലും പേഴ്സൺ ചോദിക്കുകയുണ്ടായി. ആൻഡ് ഈ ചോദിക്കുന്ന പേഴ്സൺ ആകെ അറിയല് സംസാരിക്കാനും, അതായത് കണ്ടന്റ് ഇല്ലാണ്ട് വെറുതെ സംസാരിക്കാനും, പിന്നെ ഉറങ്ങാനും മാത്രമാണ്. അപ്പൊ എന്നോട് ചോദിക്കുകയുണ്ടായി, "ഇതാഷ് നീ എന്തിനാണ് ഈ പെർട്ടിക്കുലർ പേഴ്സണായിട്ടുള്ള കണക്ഷൻ വിട്ടത്? അവൻ നിന്റെ ഡ്രീമിനെ കുറിച്ച് തമാശക്ക് പറഞ്ഞതല്ലേ, ഇതാക്കി പറഞ്ഞതല്ലേ? അതിൽ നീ സീരിയസ് ആയിട്ട് എടുക്കണം. നീ വലിയ മോട്ടിവേഷൻ സ്പീക്കർ അല്ലേ? നിങ്ങൾ അത് ഓക്കെ എടുത്തിട്ട് വെറുതെ പുറത്തു കൊടുത്തൂടെ? ഇവര് പിന്നെ ഈ പറയുന്ന ആൾക്ക് വെറുതെ സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. കണ്ടന്റ് ഇല്ലെങ്കിൽ അവൻ എവിടുന്നെങ്കിലും എന്തോ പഴയ കഥയുടെ അടുത്ത് കണ്ടന്റ് ആക്കും." ഇറ്റ്സ് ലൈക്ക് ഫോർ മീ ഇറ്റ്സ് എ ഇഡിയറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോ നമ്മൾ ഇഡിയറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കരുത്. കാരണം നമുക്ക് ആദ്യം അറിയാതെ ഇഡിയറ്റ് ആണെന്നുള്ള കാര്യം. സോ അങ്ങാണ്ട് കരാണം കുത്തി. സോ ഐ വാസ് ലൈക്ക് ഉം, അങ്ങനെ. അപ്പോ ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ അവരായിട്ട് കണക്ഷൻ വിടാൻ കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. ഈ പെർട്ടിക്കുലർ പേഴ്സൺ എന്റെ മുഖത്ത് നോക്കി പറയണ്ടായി, "ഇതാഷ് എനിക്ക് ഈ പെർട്ടിക്കുലർ തിങ് ചെയ്യാൻ പറ്റൂല, ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം." ഞാൻ അത് വീഡിയോ എടുത്ത് വെച്ചിന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പൊ അവരുടെ ഫേസ് എക്സ്പ്രഷനും ഇന്റൻഷനും അത് മുഖത്താണ് നമുക്ക് മനസ്സിലാവും ആൾക്കാരെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഊക്കലിന് പറയാ, അതിന് ഊക്കിയ കുഴി നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഡ്രീമിനെ കുറിച്ച് പറയുന്നത്, നിങ്ങളെ പെർട്ടിക്കുലർ ഡ്രീമിനെ പറ്റിയിട്ട് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ. പക്ഷെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൂടി അവർ വന്നിട്ടൊന്ന് നെഗറ്റീവ് ഒന്ന് നമ്മുടെ ഡ്രീമിനെ വെച്ചൊന്ന് ഉണ്ടാക്കാൻ നോക്കും. അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ നിങ്ങളെ ലൈഫിൽ ഉണ്ടെങ്കിൽ, സർക്കിളിൽ ഉണ്ടെങ്കിൽ, ആ സർക്കിളിൽ എടുത്ത് പുറത്തിടാം. തട്ടാം. ലൈക്ക് തട്ടാ, ലിറ്ററലി തട്ടാ. കാരണം അതിന് സമയമില്ല. അല്ലെങ്കിൽ ഈ ഡ്രീം എന്ന് പറഞ്ഞ സാധനം ഹാർഡാണ്, ചാലഞ്ചിങ് ആണ്. ഇത് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. വെറുതെ കണ്ടന്റ് ഇല്ലാണ്ട് സംസാരിച്ചിട്ടുള്ള ആൾക്ക് മനസ്സിലാവില്ല. അപ്പോ അല്ലെങ്കിൽ ഈ ഡ്രീം എന്ന് പറയുന്ന സാധനം ഹാർഡാണ്, ടഫാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ചാലഞ്ചിങ്ങാ. അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ആൾക്കാരെ ആവശ്യമില്ല. ഈ നെഗറ്റീവ് പറയുന്നതോ മറ്റേ ആക്കി പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആവശ്യമില്ല. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേണം, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും വേണം. പക്ഷെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവരെ ദൂരത്ത് ആ ഗാലറിയിൽ നിർത്തുക. അതായത് അവിടെ നിൽക്കിട്ടോ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അടുപ്പിക്കരുത്. കാരണം നെഗറ്റിവിറ്റി നിങ്ങളെ സറൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗ്രോ ചെയ്യുന്ന ടൈം. അപ്പൊ ആരെങ്കിലും നെഗറ്റീവോ നിങ്ങളെ ഡ്രീമിനെ പറ്റി നെഗറ്റീവിൽ പറയുന്നുണ്ടെങ്കിൽ, അതായത് ആ ഡ്രീമിനെ പറ്റി ലൂക്കാൻ വരുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് കട്ട് ദെം ഓഫ്. ക്വാളിറ്റി സർക്കിളാണ് വേണ്ടത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആലോചിക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സർക്കിളാണ് വേണ്ടത്. ഓക്കെ. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ജസ്റ്റ് കട്ട് ദെം ഓഫ് ആൻഡ് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് ഗ്രോത്ത്.